എടാ പിന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ടിരിക്കുകയാണ്. എവിടെ സെക്ടർ എവിടെയാണ്? ഞങ്ങൾക്ക് ഇവിടെ 148 പോളിംഗ് ബൂത്ത് ഇവിടെ പറവൂർക്കോണം സ്കൂളിലാണ്. പറവൂർക്കോണം സ്കൂളിൽ എന്തൊക്കെ സാധനങ്ങളാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? ഇത് മറക്കാനുള്ള സാധനം. അതെ അതെ. ബാക്കി EVM മെഷീൻ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി മെറ്റീരിയൽസ് എല്ലാം. ആദ്യമായിട്ടാണോ ഇലക്ഷൻ ഡ്യൂട്ടിക്ക്? ഇല്ല, ഞാൻ 6ാമത്തെ വർഷമാണ്. 6 വർഷം അപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നില്ല മുമ്പത്തെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനി പ്രാവശ്യത്തെ അവിടെ ചെല്ലുമ്പോഴല്ലയോ നിങ്ങൾ അവിടെ നിങ്ങളുടെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഏറെ അങ്ങോട്ട് സംസാരിച്ചത്. എല്ലാ വർഷവും അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും? മിക്കവാറും എല്ലാ വർഷവും കുഴപ്പമില്ല സൗകര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അടുത്ത വീട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്യും? തൊട്ടടുത്ത വീട്ടുകാർ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ആൾക്കാരുള്ള സ്ഥലമാണെങ്കിൽ മിക്കവാറും ഹെൽപ്പ് കിട്ടാറുണ്ട്. ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല, അസൗകര്യമൊന്നും വന്നിട്ടില്ല. ഇല്ല. ഈ പോളിംഗ് സാമഗ്രികളെല്ലാം കൈപ്പറ്റി കഴിഞ്ഞാൽ ഇവർ നേരെ അവരുടെ ബൂത്തുകളിലേക്ക്, ആ സ്കൂളുകളിലേക്കാണ് പോകുന്നത്. അവിടെയായിരിക്കും ഇന്ന് അവരുടെ സ്റ്റേ. അവർക്കുള്ള മതിയായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും നാളെ ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ജനങ്ങളും അതോടൊപ്പം തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ ഉദ്യോഗസ്ഥരും ഒരുങ്ങി കഴിഞ്ഞു. മർദ്ദനവലിക്ക് വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.